ഹായ്, ഗുഡ് മോർണിംഗ്. ആദ്യമേ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്തതിന്, നമ്മുടെ ക്ലാസ്സിന് പിന്തുണ തരുന്നതിന്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. സോ ഇറ്റ്സ് ഗോയിങ് വളരെ സ്മൂത്തായിട്ട് പോകുന്നു. താങ്ക് യു എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈഫിൻ്റെ പ്രയോഗം, യെസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കല്, പിന്നെ യെസ് ഹാഡ് ബെറ്റർ നമ്മൾ പഠിച്ചില്ല, നമ്മൾ വേർബിൻ്റെ യൂസേജുകൾ പഠിച്ചു. ഓക്കെ, ഇവയൊക്കെ നമ്മൾ എന്തിനാണ് പഠിച്ചത്? അതായത് ഈഫിൻ്റെ പ്രയോഗം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കല്, ഹാഡ് ബെറ്റർ, ഇതൊക്കെ എന്തിനാണ് പഠിച്ചു വെക്കുന്നത്? കോൺവെർസേഷൻ ഫില്ലിങ്ങിനാണ്. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കോൺവെർസേഷൻ ഫില്ലിങ് വരും. മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ് അതൊക്കെ. PSC പരീക്ഷയ്ക്കൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സിന് വരാറുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എങ്ങനെയാണ്, അതായത് നമുക്കൊരു കോൺവെർസേഷനിൽ എങ്ങനെ അത് ഉപയോഗിക്കാം? ബോർഡിലേക്ക് നോക്കൂ. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ. ഉറപ്പായിട്ടും ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളിലും ഈ അടുത്ത് നടന്ന കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് നടക്കുന്ന 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പരീക്ഷകളിൽ 100% ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ. ഇതുവരെ നടന്ന എല്ലാ പരീക്ഷകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് 5 മാർക്ക് സ്കോർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അത് ഇനി എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കോളും. നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഫ്രണ്ട്സ്, ഒരു വര ക്വസ്റ്റ്യൻ മാർക്ക് എന്തുണ്ടാക്കാനാണ്? അടയാളത്തിൽ നിന്ന് മനസ്സിലാക്കണം ഇത് എന്താണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എവിടേക്കാണ് നമ്മൾ നോക്കേണ്ടത്? ഉത്തരത്തിലേക്കാണ് നോക്കുന്നത്. എന്താണോ ഉത്തരം അതിനനുസരിച്ചാണ് ചോദ്യം ഉണ്ടാക്കുക. ഞാൻ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ എവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിലോ നിനക്ക് ഗ്രൗണ്ടിൽ എന്താ പണി എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നീ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ചോദ്യം. എന്താണോ ഉത്തരം അതിനനുസരിച്ച് ചോദ്യം ഉണ്ടാക്കുക. എന്താണോ ചോദ്യം അതിനനുസരിച്ച് ഉത്തരം ഉണ്ടാക്കുക. ഇവിടെ ടെൻസുകളൊക്കെ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ പറയും. ഏതായാലും ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കണം. ഏതായാലും നമ്മൾക്ക് ആദ്യം ഈ ഒരു പാസേജ്, ഈ ഒരു പാരഗ്രാഫ്, അതായത് ഈ ഒരു കോൺവെർസേഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹോമിയോപ്പതി നമുക്കറിയാം, 2ാമത്തെ പാഠമാണ് സ്നേക്ക് ആൻഡ് ബ്രദർ. അതിൽ നിന്നുള്ള ഒരു കോൺവെർസേഷൻ ഫില്ലിംഗ് ആണ്. ഐ സോ, ഫ്രണ്ട് എന്തോന്ന് ചോദിച്ചു. ഉത്തരം ഹോമിയോപ്പതി പറഞ്ഞത് ഐ സോ എ സ്നേക്ക് ഇൻ മൈ റൂം എന്നാണ്. അറിയാലോ, ഫ്രണ്ട് യു ലിവ് ഇൻ എ റെന്റഡ് റൂം, റെന്റഡ് ഹൗസ്, ഒരു കോമ വര ക്വസ്റ്റ്യൻ മാർക്ക്. എന്തുണ്ടാക്കാനായിരുന്നു? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനാണ്. കോമ വര ചോദിച്ചിരുന്നു. എന്തുണ്ടാക്കാനാണ്? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനാണ്. ഉത്തരം യെസ് ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് ഫ്രണ്ട്, അപ്പൊ എ ബി. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രണ്ട് എന്തോന്ന് ചോദിച്ചു. ചോദ്യം തന്നെയാണ്. ചോദ്യം ചോദിച്ചു, ഉത്തരമായിട്ട് നോ ഐ ഡിഡ്ന്റ് കിൽ ദ സ്നേക്ക്, ഞാൻ സ്നേക്കിനെ കൊന്നില്ല എന്നാണ് ഉത്തരം പറഞ്ഞത്. യെസ്, സി. 3ാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം ഉണ്ടാക്കാനാണ്. ഒരു വര ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യം ഉണ്ടാക്കാനാണ്. നെക്സ്റ്റ്, യു ഹാഡ് ബെറ്റർ ഡാഷ്. ഹാഡ് ബെറ്ററിന്റെ പ്രയോഗം. ഹാഡ് ബെറ്റർ, ഡു യു മൈൻഡ്, ഓക്കെ, ഐ വിഷ്, ഐ വർ, അല്ലെ, ഐ വിഷ്. ഈ പ്രയോഗങ്ങൾ പലപ്പോഴും വരാറുണ്ട്. എനിവേ, യു ഹാഡ് ബെറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹോമിയോപ്പതി. ഇഫ് ഐ ഹാഡ് എ കെയിൻ ഡാഷ്. ഈഫിന്റെ പ്രയോഗമാണ്. ഈഫ് വന്നു, ഇല്ലേ? ഈഫ് വന്നു. ഇപ്പൊ ഈഫിന്റെ പ്രയോഗം നമുക്ക് തുടക്കം മുതൽ ചെയ്തു കൊടുക്കാം. 1ാമത്തത്, ഐ സോ എ സ്നേക്ക് ഇൻ മൈ റൂം. എന്റെ റൂമിൽ ഞാനൊരു സ്നേക്കിനെ കണ്ടു. എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു. WH ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത്, അല്ലെ? ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് വേണം. ക്വസ്റ്റ്യൻ വേർഡ്സ് അറിയാമോ? വാട്ട്, വേർ, വെൻ, വിച്ച്, ഹൗ, ഹൗ മെനി. യെസ്. ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രം വെച്ചിട്ടൊരു വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം, പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഏതായാലും ഐ സോ എ സ്നേക്ക് ഇൻ മൈ റൂം. ഞാൻ എൻ്റെ റൂമിൽ സ്നേക്കിനെ കണ്ടു. എന്താ ചോദിക്കേണ്ടത്? നീ എവിടെയാണ് സ്നേക്കിനെ കണ്ടത്? നീ എന്താണ് റൂമിൽ കണ്ടത്? അല്ലെങ്കിൽ നിനക്കെന്താ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്കത് ചോദിക്കാം, നിനക്കെന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിക്കാം. അത് നല്ലൊരു ഇംഗ്ലീഷിൽ എന്താണ്? വാട്ട്സ് റോങ് വിത്ത് യു. വാട്ട്സ് റോങ് വിത്ത് യു ചോദിക്കാം. പിന്നെ ചോദിക്കാം, വാട്ട് ഹാപ്പൻ ടു യു. What happened to you? നിനക്കെന്താ പറ്റിയത്? What's wrong with you? അല്ലെങ്കിൽ where did you see the snake? Where did
you see the snake? Where did you see the snake? അല്ലെങ്കിൽ what did you see in my room? Or why are you so afraid? എന്തിനാണ് നീ ഇത്ര? ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാം. എനിവേ, അടുത്തത് you live in a rented room. Next, you live in a rented room and a house, വരാൻ ക്വസ്റ്റ്യൻ മാർക്ക്. എന്തുണ്ടാക്കാനാണ്? ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനുള്ള നിയമം എന്താണെന്ന് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ടാഗിനെ വെച്ച് മാത്രം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം, പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. അപ്പൊ അത് വരാൻ ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് എന്തുണ്ടാക്കാനാണ്? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനാണ്. അപ്പൊ നോക്കിക്കോളൂ, എന്താ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനുള്ള 3 സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. ആദ്യം ആരെടുക്കണം? യെസ്, ആരെടുക്കണം? ഓക്സിലറി വെർബ് എടുക്കണം. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. ഓക്സിലറി വെർബ് ഉണ്ടാവാത്ത 3 സാഹചര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നെങ്കിൽ വെർബ് 1 ആണ്, അല്ലെങ്കിൽ വെർബ് 2 ആണ്, അല്ലെങ്കിൽ S1 ആണ്. ഇവിടെ ഏതാ വെർബ്? വേർബ് അവിടെ ഇതാണ് വെർബ്. ഏത്? യു ലിവ്. സബ്ജക്റ്റിന് ശേഷം കാണുന്ന രണ്ടാമത്തെ വേർഡ് വേർബ്. ലിവ് എന്നത് V1 ആണോ V2 ആണോ S ഫോം ആണോ? V1 ആണ് അല്ലേ? യെസ്, V1 ആകുമ്പോൾ ഓക്സിലറി വെർബ് ഏതാണ്? ഡു. വെരി ഗുഡ്, ഡു. ഇനി ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? അപ്പൊ ആദ്യം ഓക്സിലറി വെർബിനെ എടുക്കണം. രണ്ടാമത് യെസ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കണം. ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. കാരണം എന്താണ്? അവിടെ എന്തില്ല? നോട്ട് ഇല്ല. വെരി ഗുഡ്, വളരെയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയവർക്ക് മനസ്സിലാവും. ഡു. ഡുവിന്റെ അവിടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്തിട്ട് കൊടുത്തു? ഡോണ്ട്. 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? യെസ്, സബ്ജക്റ്റ്, അതായത് പ്രോനൗൺസിനെ കൊണ്ടുവരാ. സെന്റൻസിന്റെ തുടക്കത്തിൽ ആരാ പ്രോനൗണ്? യു. യെസ്, ഉത്തരം എന്താണ്? ഡോണ്ട് യു. എത്ര മാർക്കായി? 1 മാർക്ക്. ഷുവർ മാർക്കാണ്. PSC പരീക്ഷയ്ക്ക് ഷുവർ മാർക്കാണ്. മത്സര പരീക്ഷയ്ക്ക് ഷുവർ മാർക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, യെസ്. അപ്പോ SSLC പരീക്ഷയ്ക്ക് 9ാം ക്ലാസ്സിലൊക്കെ ചോദിക്കുന്നത്. അപ്പോ 8ാം ക്ലാസ്സിലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമായിട്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക. കൊമേഴ്സ് സെക്ഷൻ ഇപ്പൊ എത്ര മാർക്കായി? 1 മാർക്ക് ഇവിടെയായി, 1 മാർക്ക് അവിടെയായി. പരീക്ഷ ഹാളിൽ കയറുന്ന മുമ്പ് നമുക്ക് ഈ മാർക്ക് ഉറപ്പിക്കണ്ടേ? ഉറപ്പിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ പ്രാക്ടീസ് ചെയ്യണം. പഠിച്ച കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ചെയ്ത് പഠിക്കും. നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് വാട്സപ്പ് വഴി ചെയ്യുന്നുണ്ട്. അതിന് താഴെയുള്ള നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, എനിവേ അതിൽ ഫുൾ കറക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. എനിവേ, കം ടു ദ പോയിന്റ് ഫ്രണ്ട്സ്. ഇനി അടുത്തത് എന്താക്കാനാ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയില്ലേ? അതുപോലെ തന്നെ. കാരണം എന്താണ്? വരാ ചോദിച്ചില്ല. എന്തുണ്ടാക്കാനാണ്? ക്വസ്റ്റ്യൻ. ഉത്തരം എന്താ? നോ, ഐ ഡിഡ്ന്റ് കിൽ ദ സ്നേക്ക്. നോ, ഇല്ല, ഞാൻ സ്നേക്കിനെ കൊന്നില്ല. അപ്പൊ എന്താ ചോദിക്കേണ്ടത്? നീ സ്നേക്കിനെ കൊന്നോ എന്ന് ചോദിക്കണം. ഇവിടെ നമ്മൾ ചോദ്യം ഉണ്ടാക്കി. ഇവിടെ ആദ്യത്തെ ചോദ്യമായിരുന്നു. ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ നിലക്ക്, ഫസ്റ്റ് നിലക്ക് നമുക്ക് ചോദിക്കാം. ഇവിടെയും ചോദിക്കാം. ഈ ഉത്തരം എന്താണ്? ഞാൻ പാമ്പിനെ കൊന്നില്ല. അപ്പൊ ചോദിക്കാം, നീ പാമ്പിനെ കൊന്നോ എന്നല്ലേ ചോദിക്കണ്ടേ? എന്ത് ക്വസ്റ്റ്യൻ ആണ്? യെസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? WH ക്വസ്റ്റ്യൻ ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ ഒന്നുകൂടി മനസ്സിലാവും. എനിവേ, ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒരു രൂപമുണ്ട്. എന്താണ് ആ രൂപം? യെസ്, ആസ്വോ. എന്താണ്? ആസ്വോ. എന്താ ഈ ആസ്വോ എന്ന് പറഞ്ഞാല്? ഞാൻ എളുപ്പമായിട്ട് പറയാട്ടോ. ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അതായത് ആദ്യം ഓക്സിലറി വെർബിനെ കൊടുക്കണം, പിന്നെ സബ്ജക്റ്റിനെ കൊടുക്കണം, പിന്നെ വെർബ് കൊടുക്കണം, പിന്നെ ഒബ്ജക്റ്റ് കൊടുക്കണം. എന്താണ് ഓക്സിലറി? ഇതാ ഉത്തരത്തിൽ നോക്കാം. എന്തെങ്കിലും അവിടെ കാണാത്തുണ്ടോ? ഉത്തരത്തിൽ നോക്കും. എവിടെ കിട്ടും? ചോദ്യം ഉണ്ടാക്കാം. ചോദ്യം ഉണ്ടാക്കാൻ എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഉത്തരത്തിൽ നോക്കും. ഉത്തരം എന്ന് പറഞ്ഞാൽ മുകളിൽ ഉത്തരമല്ല, മറിച്ച് താഴെ കാണുന്ന ആൻസർ. ഉത്തരത്തിൽ ഓക്സിലറി ഏതാ? ഡിഡ്. യെസ്, നമുക്ക് ഡിഡ് കിട്ടും. ഉത്തരത്തിൽ ഓക്സിലറി ഡിഡ്. സബ്ജക്റ്റ് ഐ എന്താവും? ഡിഡ് യു. യെസ്, ഡിഡ് യു. വെർബ് ഏതാ? ഓക്സിലറി ഇട്ടു, സബ്ജക്റ്റ് ഇട്ടു, വെർബ് ഏതാ? കിൽ. Did you kill the snake? Look, did you kill the snake? ഈ സ്നേക്കിനെ കൊന്നോ? ഇതിങ്ങനെ നിയമം നോക്കണമെന്നില്ല. നിങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി. ശരിയാക്കും. അങ്ങനെ ഇംഗ്ലീഷ് നന്നായിട്ട് കഴിവുള്ളവര് ആ ചോദ്യം കണ്ടുണ്ടാക്കിയാൽ മതി. Did you kill the snake? ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ തിരിച്ചറിയില്ല എങ്ങനെയാണ്? ഓക്സിലറി കൊണ്ടാണ് തുടങ്ങുക. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയാം. എനിവേ, നോ, ഐ ഡിഡ്ന്റ് കിൽ ദ സ്നേക്ക്. എത്ര മാർക്കായി? 3 മാർക്ക്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കി, ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഇനി അടുത്ത യു ഹാഡ് ബെറ്റർ ആണ്. എന്താ ഹാഡ് ബെറ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? ഹാഡ് ബെറ്ററിന് ശേഷം വെർബ് വരണം. വെർബ് വരണം. PSCക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. വെർബ് വരണം. ആ വെർബ് V1 ആവണം. യെസ്, വെർബ് 1 V2 പാടില്ല, V3 പാടില്ല, ING ഫോം പാടില്ല, S ഫോം പാടില്ല. അതിന് മുമ്പിൽ 2 വരാൻ പാടില്ല. V1 വരാം. ഹാഡ് ബെറ്ററിന് നീ അത് ചെയ്യണം എന്നല്ല, ഇങ്ങനെ ചെയ്തോ എന്നുള്ള സജഷൻ കൊടുക്കാനാണ് എന്ത് കൊടുക്കുന്നത്? ഹാഡ് ബെറ്റർ കൊടുക്കുന്നത്. നോക്കൂ, യു ഹാഡ് ബെറ്റർ
യു ഹാഡ് ബെറ്റർ സംതിങ് അല്ലെ. ഞാൻ കിൽ ദ സ്നേക്ക്, ഞാൻ പാമ്പിനെ കൊന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ പാമ്പിനെ കൊന്നില്ല. അപ്പൊ എന്താ പറയാ, എനിക്ക് കൊല്ലാമായിരുന്നു, കൊല്ലുന്നതായിരുന്നു നല്ലത്, അങ്ങനെയല്ലേ പറയാ. യെസ്. അല്ലെങ്കിൽ നമുക്ക് ഓടിപ്പോകാമായിരുന്നു. യു ഹാഡ് ബെറ്റർ വെർബ് 1 കിൽ ഇറ്റ്, അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ കിൽ ദ സ്നേക്ക്. ഓക്കെ. നെക്സ്റ്റ് വൺ ഹോമിയോപ്പതി ഈഫിന്റെ പ്രയോഗം. ഇഫ് ഐ ഹാഡ് എ കെയിൻ, എനിക്കൊരു വടി ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പാമ്പിനെ കൊല്ലുമായിരുന്നു എന്നാണ് പറയുന്നത്. ഹാഡ് എ കെയിൻ, ഹാഡ് എന്നുള്ളത് V3 ഫോം ആണ് വന്നത് അല്ലെ. ഇഫ് ഐ ഹാഡ് V3 ഫോം വരികയാണെങ്കിൽ നമ്മൾ ഈഫിന്റെ നിയമത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് നിയമം? V1 വരികയാണെങ്കിൽ വില്ല്, V2 വരികയാണെങ്കിൽ വുഡ്, V3 വരികയാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെ. എന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു. എങ്ങനെ? ഇഫ് ഐ ഹാഡ് എ കെയിൻ, എന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് കിൽഡ്. ഇവിടെ വുഡ് ഹാവ് ആണ് ഉപയോഗിച്ചത്. കാരണം എന്താണ്? ഇവിടെ V3 ആണ് ഫോം അല്ലെ. വെർബ് 3 ആണെങ്കിൽ ഹാഡ് വന്നാൽ V1 വന്നാൽ V2 വന്നാൽ V3 വന്നാൽ, പക്ഷേ V3 ആണ് വന്നത്. അതുകൊണ്ട് നമ്മൾ വുഡ് ഹാവ് വരണം. വുഡ് ഹാവിന് ശേഷം V3 ഉപയോഗിക്കണം. ഐ വുഡ് ഹാവ് കിൽഡ്, ഞാൻ കൊല്ലുമായിരുന്നു. ഓക്കെ. സീ യു നെക്സ്റ്റ് ക്ലാസ്.